ശൂന്യത, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു തീഗോളം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു, ഹൈഡ്രജൻ. ആ തീഗോളത്തിന് സയൻസ് ഇട്ട പേരാണ് എൽം, YELM. അതിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് അവരുടെ പേരാണ് എൽം. കേട്ടുകൊള്ളുക, തിരുവചനത്തിലേക്ക് നമ്മൾ വരാൻ സാധിക്കും. സയൻസ് പറയുന്നു 530 കോടി വർഷം മുമ്പേ ഒരു മഹാശബ്ദമുണ്ടായി. ആ ശബ്ദത്താൽ ഒരു സ്ഫോടനമുണ്ടായി. ഈ തീഗോളം പൊട്ടിച്ചെതറി, കോടിക്കണക്കിന് കഷണങ്ങൾ ഉണ്ടായി. ഒരു മഹാശബ്ദത്താൽ പൊട്ടിച്ചെതറി. ആ ശബ്ദം എങ്ങനെയുണ്ടായി അതറിയണമെങ്കിൽ വേദപുസ്തകം എടുക്കണം. 29-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോൾ കാണാം ശബ്ദം എങ്ങനെയുണ്ടായി. സങ്കീർത്തനം 29:7 വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം, കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്, ഉണ്ടാകട്ടെ എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചപ്പോൾ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട അഗ്നിജ്വാല ചെതറി. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. The sound of God splits the flame of fire. അങ്ങനെ ചെതറിയ തീ കഷണങ്ങൾ, കോടിക്കണക്കിന് കഷണങ്ങളിൽ ഒന്ന് തണുത്തതാണ്. നിങ്ങൾ വസിക്കുന്ന കൂവറ്റ് ഉൾപ്പെടെ, ഞാൻ വസിക്കുന്ന കേരളമോ ഉൾപ്പെടെയുള്ള ഭൂമി. പ്രൈസ് ദി ലോർഡ്. എന്തിന് ദൈവം ആ ഭൂമിയെ സൃഷ്ടിച്ചു? 530 കോടി വർഷം മുമ്പേ. ആ ഭൂമിയെ എന്തിന് സൃഷ്ടിച്ചു എന്നറിയണമെങ്കിൽ യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അതിനളവ് നൂൽ പിടിച്ചവനാർ? വായിച്ചാട്ടെ. ആരാണ് പ്രഭാത നക്ഷത്രങ്ങൾ? തിരുവചനം പഠിക്കുന്നവർക്കറിയാം, ദൈവദൂതന്മാർ. വായിക്കാം. ദൈവദൂതന്മാർ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുമ്പോൾ, ദൈവപുത്രന്മാർ ആർക്കുകയും ചെയ്തപ്പോൾ, ഞാൻ ഏതിന്മേലിട്ട് നോക്കിക്കേ, പ്രഭാത നക്ഷത്രങ്ങൾ ഉല്ലസിച്ചാർത്തപ്പോൾ. ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടതിന്റെ കാരണം യെഹെസ്കേൽ 28, മെശയ്യാവ് 14 വായിക്കുമ്പോൾ കാണാം, മനോഹരനായ ദൂതനായിരുന്ന ലൂസിഫറിന് വേണ്ടി സ്വർഗം കൊടുത്ത സമ്മാനമാണ് ഈ ഭൂമി. 530 കോടി വർഷം മുമ്പുണ്ടായ ഈ ഭൂമി സുന്ദരനായ ദൂതനായിരുന്ന ലൂസിഫറിന് കൊടുത്തതാണ്. ആ ഭൂമിക്ക് സൗകര്യാർത്ഥം നമുക്ക് ഇങ്ങനൊരു പേരിടാം, പ്രീ ആഡമിക് യൂണിവേഴ്സ്. ആദാമിന് മുമ്പുള്ള ഭൂമി. ആ ഭൂമി എന്തു പറ്റിയെന്ന് യെഹെസ്കേൽ 28-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഒപ്പം വയ്ക്കും, ഞാൻ മേഘങ്ങൾക്ക് മീതെ കയറും എന്ന് ഈ ലൂസിഫർ പറഞ്ഞു. മേഘമുള്ളത് ഭൂമിയുടെ മുകളിൽ മാത്രം. അപ്പോൾ സ്വർഗത്തിൽ ഞാൻ കയറി ദൈവത്തോടൊപ്പം ഇരിക്കുമെന്ന് അവൻ്റെ ഹൃദയത്തിൽ അഹന്ത വന്നപ്പോൾ ദൈവം അവൻ്റെ തേജസ് കളഞ്ഞു. ആരുടെ? തേജോമയനായ ദൂതനായ കെരൂബിൻ്റെ. നീ ചിറക് വിടർത്തവും മറയ്ക്കുന്ന കെരൂബാകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെ കെരൂബായപ്പോൾ നിന്നെ ഞാൻ വിട്ട് താഴെ ഇട്ടു എന്ന് പറയുമ്പോൾ അവൻ്റെ തേജസ് കളഞ്ഞ് അങ്ങനെ തേജസ് പോയ ദൂതനാണ് സാത്താൻ. സ്തോത്രം. സാത്താനെ കുറിച്ച് അവൻ ഒത്തിരി കള്ളത്തരങ്ങളൊക്കെ പഠിപ്പിക്കും, വെറുതെ വികലമായ കഥകളൊക്കെ പറയും. തേജസ് പോയ ദൂതൻ. പലരും ധരിക്കുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം ഇറങ്ങി നടക്കും, ബാക്കി കരിമ്പനയുടെ മേളിലിരിക്കും, തലമുടി അഴിച്ചിട്ട് താഴെ വരെ കിടക്കും, ചോര കുടിക്കും. അതെല്ലാം വെറും വ്യർത്ഥ കഥകളാണ്. സാത്താൻ എന്ന് പറയുന്നത് തേജസ് പോയ ദൂതൻ. അടുത്തത് സയൻസ് കണ്ടുപിടിച്ച കാര്യം കേട്ടുകൊള്ളുക. ശാസ്ത്രം പറയുന്നു 6.5 കോടി വർഷം മുൻപേ ഒരു അസ്ട്രോയിഡ്, ബഹുകൂറ്റൻ ആകാശ പാറ ഈ ഭൂമിയുടെ നേർക്ക് പാഞ്ഞു വന്നു. ഈ ഭൂമിക്കിട്ട് ഒരു ഇടി ഇടിച്ചു. ആ ഇടിയുടെ ആഘാതത്താൽ ഭൂമിയുടെ മുകൾ ഭാഗത്തെ പൊടികൾ മുഴുവൻ പൊങ്ങി. ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന സൂര്യൻ എങ്ങോ പോയി മറഞ്ഞു. അന്ധകാരമുണ്ടായി. മുഴുവൻ കാടുകളും കത്തി. അന്നുണ്ടായിരുന്ന ജീവികളെല്ലാം ചത്തൊടുങ്ങി. അന്ധകാരം ഭൂമിയെ മൂടി.
ശാസ്ത്രത്തിന്റെ വാക്ക് കേട്ടോണം. 6.5 കോടി വർഷം വന്നത്തെ ഭൂമി പാഴും ശൂന്യവും ആയി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യവും അത് തന്നെ കാണാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായി ആയിരുന്നു. 530 കോടി വർഷം മുമ്പ് ദൂതന് കൊടുത്തിരുന്ന ഭൂമിയിൽ അവന്റെ ഉള്ളിൽ അഹന്ത വന്നപ്പോൾ അവനെ സാത്താനാക്കി മാറ്റിയിട്ട് അവന് കൊടുത്തിരുന്ന ഭൂമി ദൈവം അസ്ട്രോയിഡ് അടിച്ച് തകർത്തിട്ട് വീണ്ടും അവൻ കയറി എടുക്കാതിരിക്കുവാൻ വെള്ളം കൊണ്ട് മൂടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭൂമിയുടെ പേരാണ് പ്രീ ആഡമിക് യൂണിവേഴ്സ്. അന്നുള്ള ഫോസിലുകളാണ് കണ്ടുപിടിക്കുന്നത്. ലണ്ടനിലെ മ്യൂസിയത്തിൽ ഇരിക്കുന്ന ഡിനോസർ, ആനയുടെ പൂർവികനായ മാമത്ത്, ഇതെല്ലാം പ്രീ ആഡമിക് യൂണിവേഴ്സിലെ ജീവികളാണ്. എന്നാൽ 6000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം വെള്ളമെല്ലാം ഒരിടത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. ഒറ്റക്കര ഒറ്റക്കടൽ. സ്തോത്രം. സയൻസ് അത് സമ്മതിക്കുന്നു. പൂർവകാലത്തെ ആദ്യലോഭൂമിയിൽ ഒരു കടലും ഒരു കരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം വ്യക്തമായി കാണാം. നോഹയുടെ 4-ാം തലമുറയുടെ കാലം വായിക്കുമ്പോൾ കാണാം, അവരുടെ കാലത്താണ് ഭൂമി പിരിഞ്ഞുപോയത്. അങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയെ പുനർസൃഷ്ടിപ്പ് നടത്തിയിട്ട് ആദത്തിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. ആദത്തെയും ഹവ്വായെ സൃഷ്ടിച്ചിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്. ഉൽപ്പത്തി 1:28, നീ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് അതിൽ വീണ്ടും നിറവീനെന്ന ഇംഗ്ലീഷിൽ വായിച്ചാൽ യു റീഫിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തോന്ന് നിറഞ്ഞിരുന്നു, നീ വീണ്ടും നിറവീൻ. അങ്ങനെ സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയുടെ 2ാമത്തെ സിസ്റ്റം. അതിൻ്റെ പേരാണ് ആഡമിക് യൂണിവേഴ്സ്, ആദാമ്യ ഭൂമി. 1ാമത്തെ സിസ്റ്റം എന്തുവാ? പ്രീ ആഡമിക് യൂണിവേഴ്സ്, ആദാമ്യ പൂർവ്വഭൂമി. 2ാമത്തെ സിസ്റ്റം ആദാമ്യ ഭൂമി. ആ ഭൂമിയിൽ ആദത്തിൽ നിന്നും ഹവ്വായെ സൃഷ്ടിച്ചിട്ട് ഇതിന്മേലെല്ലാം അധികാരവും കൊടുത്ത് ആക്കിയെങ്കിലും അവിടെ വെച്ച് കൊടുത്ത കൽപ്പന അനുസരണക്കേടിനാൽ ലംഘിച്ചപ്പോൾ 3ാമത്തെ സിസ്റ്റം വന്നു. ഉൽപ്പത്തി 3:17 പറയുന്നു, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. 3ാമത്തെ സിസ്റ്റം അപ്പോൾ തുടങ്ങി. ആ സിസ്റ്റത്തിന്റെ പേരാണ് കേഴ്സ്ഡ് യൂണിവേഴ്സ്, ശാപഗ്രസ്തമായ ഭൂമി. ദൈവനമ്പുരാന്റെ ആ വാക്കിനകത്താണ് ശാപം വന്നു. ചെടികളുടെ ഇലകളെല്ലാം പൊഴിയാൻ തുടങ്ങി. മൃഗങ്ങളെല്ലാം നോൺ വെജിറ്റേറിയൻ ആയിട്ട് മാറി. അതുവരെ വെജിറ്റേറിയൻ ആയിരുന്നു, വേദപുസ്തകത്തിലുണ്ട്. മൃഗങ്ങൾ വരെ സസ്യങ്ങൾ ഭക്ഷിച്ചു. എന്നാൽ നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മൃഗങ്ങൾ പോലും ഹിംസ സ്വഭാവമായി. പാവയ്ക്കായ്ക്ക് കയ്പ് വന്നു, തെങ്ങിൻ്റെ മേളിൽ കള്ള് വന്നു, കഞ്ചാവിന് ലഹരി വന്നു, റോസച്ചെടിക്ക് മുള്ളു വന്നു. എല്ലാം ശാപമായി മാറി. 4ാമത്തെ സിസ്റ്റത്തിലേക്ക് ആരംഭിക്കുന്നു. വീണ്ടും 4000 വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യവർഗം പാപം കൊണ്ട് തകർന്നപ്പോൾ ഒരു കുടുംബത്തെ ദൈവം വിടുവിച്ചു. 2012 സമ്മേളിച്ച ശാസ്ത്രലോകം അംഗീകരിച്ച സംഭവം നോഹയുടെ കാലത്തെ ജലപ്രളയം. സ്തോത്രം. ആ ജലപ്രളയത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം നോക്കുമ്പോൾ കാണാം അടുത്ത സിസ്റ്റം, 4ാമത്തെ സിസ്റ്റം. വായിച്ചാട്ടെ. ഉൽപ്പത്തി 9:1. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ, നിങ്ങളെയുള്ള പേടിയും നടുക്കവും നിങ്ങൾ ഭൂമിയിൽ നിറവീൻ. അനുഗ്രഹിക്കുകയാണ്. 1ാമത്തെ സിസ്റ്റം ആദാമിന് മുമ്പുള്ള ഭൂമി, 2ാമത്തെ സിസ്റ്റം ആദാമ്യ ഭൂമി, 3ാമത്തെ സിസ്റ്റം ശാപഗ്രസ്തമായ ഭൂമി, 4ാമത്തെ സിസ്റ്റം പോസ്റ്റ് ഫ്ലഡ് യൂണിവേഴ്സ്, പ്രളയാനന്തര ഭൂമി. നാം ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്, പ്രളയശേഷമുള്ള ഭൂമി. ഇത് 4ാമത്തെ സിസ്റ്റമാണ്. ഇനിയും ഈ തലമുറ ഈ ഭൂമിയിലെ 5ാമത്തെ സിസ്റ്റത്തിലേക്ക് വീഴാൻ പോവുകയാണ്. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് മഹോപദ്രവ ഭൂമി, ട്രിബുല്യൂഷണൽ യൂണിവേഴ്സ്. എല്ലാ വിധത്തിലും ദൈവം കോപത്തോടെ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടം വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാം. 7 വർഷക്കാലം. അതാണ് 5ാമത്തെ സിസ്റ്റം, മഹോപദ്രവ ഭൂമി. 6ാമത്തെ സിസ്റ്റം
സഹസ്രാബ്ദ ഭൂമി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, അതിസുന്ദരമായ ഒരു ഭൂമി, പാപമില്ലാത്ത, രോഗമില്ലാത്ത, രോഗാണുക്കളില്ലാത്ത, പോലീസും പട്ടാളവും വേണ്ടാത്ത, ആറ്റം ബോംബില്ലാത്ത, മനുഷ്യർ പാപം ചെയ്യാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരൊഴുക്കാത്ത അതിസുന്ദരമായ ഏദൻ തോട്ടം പോലെ ഈ ഭൂമി മുഴുവൻ മരുഭൂമിയല്ല, അതിസുന്ദരമായ പൂന്തോട്ടം പോലെയാകുന്ന ഒരു ഭൂമി. ആ ഭൂമിയിൽ അധിവസിക്കുന്നവരെ നിയന്ത്രിക്കാനുള്ളവരെ ഇപ്പോൾ ഇതിനകത്തിരിക്കുന്നത്. സ്തോത്രം. ആ ഭൂമിയിൽ ജീവിക്കുന്ന 4 വിധത്തിലുള്ള ആളുകൾ കാണും. തേജസ്സിലുള്ള 2 കൂട്ടർ, സാധാരണ ശരീരത്തിൽ 2 കൂട്ടർ. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അതാണ് 1000-ാം ആണ്ട് ഭൂമി. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിന്റെ രാജ്യം വരണമേ. അതാണ് ദൈവരാജ്യം. കർത്താവ് തൻ്റെ ഓർമ്മയ്ക്കായി കർത്തൃമേശ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ആ സംഭവം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതുതായി ഞാൻ കുടിക്കും വരെ മുന്തിരിവള്ളിയുടെ അനുഭവം ഇനിമേലാൽ കുടിക്കുകയില്ല. കർത്താവായ യേശു ദൈവമക്കളോട് ചേർന്ന് മുന്തിരിവള്ളിയുടെ അനുഭവം ഈ ഭൂമിയിൽ കുടിക്കുന്ന സുന്ദരമായ കാലഘട്ടമാണ് സഹസ്രാബ്ദ ഭൂമി, 6-ാമത്തെ കാലം. 7-ാമത്തത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 21-ാം വാക്യം 1-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 21-ാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ചിലരെല്ലാം ചിന്തിക്കും, അവരുടെ ചിന്ത സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ ഭൂമിയെ തീ കൊണ്ട് കത്തിച്ച് ശുദ്ധീകരിക്കും. നല്ല, ഈ ഭൂമി കത്തിത്തീരും. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. 7-ാമത്തെ സിസ്റ്റം, ഈ ഭൂമിയല്ല, ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. വായിക്കാം, യെശയ്യാവ് 65:17. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. അപ്പോൾ സൃഷ്ടിക്കുക ഇല്ല, ഞാൻ ഇതാ പഴയ ഭൂമിയും പുതിയ ആകാശവും പുതുക്കുന്നല്ല, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ആരും ഓർക്കത്തില്ല. അപ്പോൾ 7-ാമത്തെ സിസ്റ്റം, ഈ ഭൂമിയല്ല, ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. ഇങ്ങനെ 7 സിസ്റ്റം. എങ്കിൽ നമുക്ക് വീണ്ടും ചിന്തിക്കാൻ പുറകിലോട്ടെ. ഏദൻ തോട്ടത്തിൽ വെച്ച് നിലത്തിലെ പൊടിയെ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യനുണ്ടായി. മനുഷ്യർ എന്ന് പറയുമ്പോൾ 3 ഭാഗമാ മനുഷ്യർ. എല്ലാവർക്കും അറിയാം എന്തെല്ലാമാണ്. നമ്മൾ അങ്ങനെ തിരിഞ്ഞാ പറയുന്നത്. സംഗതി ശരിയാ, ദേഹം, ദേഹി, ആത്മാവ്. പക്ഷെ വേദപുസ്തക ഭാഷ അങ്ങനെയല്ല. ആദ്യം ഭക്ഷണത്തിൻ്റെ കാര്യമല്ല, ആത്മാവ്, ദേഹി, ദേഹം. വായിക്കാം, 1 തെസ്സലോനിയർ 5:21. അതാണ് ബൈബിളിലെ ഓർഡർ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 1 തെസ്സലോനിയർ 5:23. അടുത്ത വാക്യം, ആത്മാവ്, പ്രാണൻ, ദേഹം. നോക്കിക്കേ, 3 ഭാഗം മനുഷ്യർ. ആത്മാവ്, പ്രാണൻ, ദേഹം. നാം കാണുന്ന വ്യക്തി, നിങ്ങൾ കാണുന്ന തോമസ് മാമൻ ഈ ശരീരമല്ല യഥാർത്ഥത്തിൽ. ഞാൻ നിങ്ങളെയൊക്കെയും കാണുന്നു, നിങ്ങളുടെ ശരീരത്തെ കാണുന്നു, അതല്ല വ്യക്തി. നിങ്ങൾ എന്നെ തോമസ് മാമൻ എന്ന് വിളിക്കുന്നു, വളരെ പരമാർത്ഥമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ പേര് മാറ്റുന്ന കണ്ടോണം. ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ നിങ്ങളും എന്നെ വിളിക്കുന്നത് തോമസ് മാമൻ എന്നല്ല, ഡെഡ് ബോഡി. തോമസ് മാമനെ മാറ്റിയല്ല. അതെന്താ കാര്യം? ഇപ്പോൾ നിങ്ങൾ എന്നെ തോമസ് മാമൻ എന്ന് വിളിക്കുന്നു, എൻ്റെ ആത്മാവ് ശരീരത്തിൽ മാറിക്കഴിഞ്ഞാൽ തോമസ് മാമൻ എന്നാരും പറയത്തില്ല, ഡെഡ് ബോഡി അല്ലേ, തോമസ് മാമൻ്റെ ഡെഡ് ബോഡി. അപ്പൊ തോമസ് മാമൻ ഏതാ? ഒരു മനുഷ്യനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശ്വാസമാണ് മനുഷ്യൻ. അതാണ് ആത്മാവ്. സ്തോത്രം. ആത്മാവിന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തമ്പുരാൻ തന്നിരിക്കുന്ന കവറിംഗ് ആണ് ശരീരം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജീവശ്വാസം പൊടിയിലൂതിയപ്പോൾ രൂപം കിട്ടിയത് ദൈവത്തിൻ്റെ ശ്വാസമാകുന്ന ആത്മാവിന് ജീവിക്കുവാൻ ഒരു കവറിംഗ് ആണ് ഈ ശരീരം. ആ കവറിങ്ങിനെ ആത്മാവിന് ബന്ധപ്പെടാൻ ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന പാലമാണ് ദേഹി. സ്തോത്രം. ദേഹി എന്ന് പറഞ്ഞാൽ മനസ്സ്. ഇന്ന് വരെ ഒരു ശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ലാത്തൊരു സാധനമാണ് മനസ്സ്. ഒരു ശാസ്ത്രത്തിനും ശരിക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വളരെ നിഗൂഢമായ ഒരു വസ്തുതയാണ് മനസ്സ്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആരും ആരുടെയും മനസ്സാരെയും കാണിക്കത്തുമില്ല. അത്ര രഹസ്യവും കാണിക്കാൻ ഒരു പക്ഷേ കൊള്ളത്തില്ലായിരിക്കാം.
ദേഹി, ആത്മാവ്, ദേഹം എന്നെല്ലാം പറയുമ്പോൾ ഈ 3 വസ്തുതകൾക്കും ജീവനുണ്ട്. ആത്മാവിന് ജീവനുണ്ട്, ദേഹിക്ക് ജീവനുണ്ട്, ദേഹത്തിന് ജീവനുണ്ട്. ജീവനുള്ളതിന് വിശപ്പുണ്ട്. ദേഹി എന്ന് പറയുന്നത് വികാരം, വിചാരം, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഇതെല്ലാം ദേഹിയുടെ വിശപ്പാ. ആത്മാവിന് വിശപ്പുണ്ട്. ആത്മാവിന് വിശപ്പ്, അതിനൊരൊറ്റ ഭക്ഷണമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വിശപ്പിന് ഈ ലോകത്തിലെ ഒരു ഭക്ഷണവും ഒക്കത്തില്ല. അത് ദൈവത്തിന്റെ ശ്വാസത്തിന്റെ തുടർച്ചയാ. അതിന് ജാതിയില്ല, മതമില്ല, സഭയില്ല, രാജ്യമില്ല, കാലമില്ല. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ശ്വാസത്തിന്റെ തുടർച്ചയാ. എന്ന് പറഞ്ഞ ഓക്സിജന്റെ തുടർച്ചയല്ല, the continuity of the power of the sovereign God. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുടെ തുടർച്ചയാ. അതിനും ഭക്ഷണം വേണം. സങ്കീർത്തനം പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആത്മാവിന്റെ വിശപ്പിന്റെ ഭക്ഷണത്തിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം. അത് ലഭിച്ചെങ്കിൽ മാത്രമേ ആത്മാവിന് സംതൃപ്തിയുള്ളൂ. ദേഹിക്ക്, മനസ്സിന് വിശപ്പുണ്ട്. ആഗ്രഹം, വിചാരങ്ങൾ, ഇതെല്ലാം വിശപ്പിന്റെ ഭാഗമാ. അതിനുള്ള ഭക്ഷണമായി 20-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഹൃദയത്തിന്റെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. മനസ്സിന്റെ ആഗ്രഹങ്ങൾ സാഫല്യമാകുമ്പോൾ അതിനും ഭക്ഷണം. ശരീരത്തിന് വിശപ്പ്, അതിനാണ് ലോകത്തിലുള്ള എന്തും ഭക്ഷിക്കാം. 3 പ്രൊവിഷൻ: 1 വിഷമാകരുത്, 2 ലഹരിയാകരുത്, 3 സമൂഹത്തിന് ദോഷമാകരുത്. ഇതില്ലാത്ത ഏതും ഭക്ഷിക്കാം. വിഷമില്ലാത്തത്, ലഹരിയില്ലാത്തത്, സൊസൈറ്റിക്ക് ഇടർച്ചയില്ലാത്തത് കഴിക്കാം. എങ്കിൽ നമുക്ക് വേഗം മുന്നോട്ട് വരാം. ആദ്യത്തെ ഓപ്പൺ മാർക്കറ്റ് തുടങ്ങിയത് സാത്താൻ തുടങ്ങിയ കട ഏദൻ തോട്ടം, അറിയാമല്ലോ. അവൻ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച അതേ ബലം ഷേപ്പ് മാറ്റിക്കൊണ്ടുവച്ചു. ഷേപ്പ് മാറ്റിക്കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകാവും. ദൈവത്തെ പോലെ ആകാമെന്നൊക്കെ പറഞ്ഞാൽ ആരാ ചെയ്യാത്തത്? പ്രൈസ് ദി ലോർഡ്. കഴിച്ചു, പാപം വന്നു, മനുഷ്യൻ ആത്മാവിൽ മരിച്ചു. നമ്മൾ സിസ്റ്റത്തിലേക്ക് വരികയാണ്. എങ്കിലും അവൻ ജീവിച്ചു. കാലം മുന്നോട്ട് വന്നപ്പോൾ സ്വർഗം ഒരു ചോദ്യം: ദൈവം ആർ നമുക്ക് വേണ്ടി പോകും? പാപത്തിൽ കുതിർന്ന് ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധം വിട്ട മനുഷ്യൻ തിന്മകൾ പ്രവർത്തിച്ച് തിന്മ കൊടികുത്തി വാണി. അവന്റെ നിത്യത നഷ്ടപ്പെട്ടപ്പോൾ സാത്താൻ ചിരിച്ചു തൽക്കാലത്തേക്കെങ്കിലും. ദൈവം നമ്പുരാൻ വിട്ടില്ല. സ്വർഗം ഒരു ചോദ്യം ചോദിച്ചു: ആർ നമുക്ക് വേണ്ടി പോകും? ദൈവത്തിന് തൻ്റെ സൃഷ്ടിയെ രക്ഷിക്കാൻ വരണം. എന്നാൽ ദൈവത്തിന് വരാനൊക്കത്തില്ല. ദൈവം വന്നാൽ, ഈ ഭൂമിയിൽ വന്നാൽ ഈ ഭൂമി ഇല്ല. തൻ്റെ ഒറ്റ വാക്കിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ തേജോമയനായ ദൈവം ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും? ഈ അണ്ടകടാഹം എന്ന് പറയുന്ന ഗാലക്സികളെല്ലാം ഒറ്റ വാക്കിൽ, എത്ര ഗാലക്സി, 10,000 കോടി നക്ഷത്രമുള്ള അൽഫാ സെഞ്ചുറി മുതൽ, പ്രൈസ് ദി ലോർഡ്, മിൽക്കി വേവ്, അൽഫാ സെഞ്ചുറി, ആൻഡ്രോമീഡ, വിൽപൂൾ, സദേൺ ബിൻവ്യൂൾ, ട്രയാങ്കുലം, സൺഫ്ലവർ, സോൺബോറ, ഇങ്ങനെ അങ്ങോട്ട് കിടക്കുക. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഇത് മുഴുവൻ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും? ഈ ഭൂമി കാണത്തില്ല, അത്രയേ ഉള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ട് ബിൽറ്റ് ചെയ്ത ഹോളിന്റെ ബേസ്മെന്റിലാണ് ഈ യോഗം. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ആർക്കും ഇറങ്ങി വരാം, അത്ര സ്ട്രോങ്ങാ. സംഗതി കൊള്ളാം. പക്ഷെ ഒരു ആന ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്തോ പറ്റും? ആന വരും, ആ സ്റ്റെയർ കേസ് പിന്നെ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആനയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ മേലെങ്കിൽ സകലത് ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ ആ ആകാരത്തിൽ വന്നാൽ ഭൂമിയില്ല. അതിനാണ് ദൈവം ഒരു ചോദ്യം ചോദിച്ചു: ആർ നമുക്ക് വേണ്ടി പോകും? ദൈവം നമ്പുരാൻ തന്നെ ഉത്തരം പറഞ്ഞു: വചനം മാംസമായി. സ്തോത്രം. വചനം മാംസമായി, ദൈവം മനുഷ്യനായി. ലോകത്തിന്റെ ഏറ്റവും വലിയ അതിശയം അതാണ്. വചനം മാംസമായി. കർത്താവായ യേശു ദൈവത്തിന്റെ മനുഷ്യ അവതാരം. അവൻ ദൈവരൂപം ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. ഫിലിപ്പിയർ 2 ലോകത്തെ